കൊടിഞ്ഞിയിൽ ഫൈസലിനെ കൊന്നതായ ഘാതകന്മാർക്ക് അവരെ പിടികൂടിയതിനെ തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കുക പോലും ചെയ്ത മുമ്പ് അവർക്ക് ജാമ്യം കിട്ടി. എല്ലാവർക്കും ആദ്യം തന്നെ പിടികൂടാൻ ഉദ്ദേശിച്ചതല്ല. അഥവാ റോഡുകൾ ഉപരോധിക്കുകയും ജനങ്ങൾ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുകയും ചെയ്തപ്പോഴാണ് അവരെ അറസ്റ്റ് ഉണ്ടായത്. നമ്മളന്നൊരിക്കൽ പറഞ്ഞതാ, ഒരു മതപ്രവാചകനെ നിന്ദിച്ചതിന്റെ പേരിൽ സഹിക്കവയ്യാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ അതിനെതിരെ ഇവിടുത്തെ ഒരു ചെറിയ വിഭാഗം പ്രതികരിക്കുകയും അയാളുടെ കൈ വെട്ടുകയും ചെയ്തു. ആ കൈ അവിടെ തുന്നിക്കെട്ടി അയാൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അയാൾ അവിടെ വിഹരിക്കുന്നു. അതിനെ ന്യായീകരിക്കല്ല, എത്രയോ തവണ തള്ളിപ്പറഞ്ഞതാണ്. അന്ന് ഈ കേരളം അതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം എന്തുമാത്രം എതിർപ്പുകളും പ്രതിഷേധങ്ങളും എല്ലാ സ്റ്റേജിലും പേജിലും അത് മാത്രമായിരുന്നു വിഷയം. പ്രൊഫസർ ജോസഫിന്റെ കൈ തീവ്രവാദികൾ, ഭീകരവാദികൾ. ഒരാള് സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യവും അവിടുത്തെ ചില പെരുമാറ്റങ്ങളും എല്ലാം കണ്ട് അദ്ദേഹത്തിന് തോന്നി, എന്റെ വിശ്വാസം നിലവിലുണ്ടായിരുന്ന ആ വിശ്വാസമല്ല ശരി, ഈ വിശ്വാസമാണെന്ന് നല്ലതായിട്ട് തോന്നി. അത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറെ വിഷയങ്ങളാണ്. ആ തോന്നലിന്റെയും വിശ്വാസത്തിന്റെയും പഠനത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ അയാൾ മതം മാറി. മറ്റയാൾ ചെയ്തത് മതത്തെ നിന്ദിക്കുകയാണ്. അയാൾ ചെയ്തിരുന്നത് പടച്ചോനിലൂടെ സംസാരിക്കുകയാണ് മുഹമ്മദിനോട്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഈ പാവം അയാൾ മതം മാറി, വിശ്വാസം മാറി. ഇതിന്റെ പേരിൽ യാതൊരു പ്രകോപനവുമില്ലാതെ അയാൾ കൊന്നുകളഞ്ഞു. ഏതാ വലുത് സംഭവം? മറ്റേ ആളെ കൈവെട്ടിയ ആൾ ഇവിടെ ജീവിക്കുന്നു. ഇദ്ദേഹം 2-3 എണ്ണത്തിന് അനാഥകളായിട്ട് ജീവൻ വെടിയേണ്ടി വന്നു. ഒരു പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായില്ല. തുടർന്ന് ജനങ്ങൾ റോഡ് തടഞ്ഞു, വാഹനം തടഞ്ഞു, പ്രശ്നമായപ്പോൾ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയതിനേക്കാൾ വേഗത്തിൽ വിട്ടേക്കുന്നു. എന്താണ് നമ്മുടെ പിണറായിയുടെ പോലീസ്? പിണറായിയുടെ കയ്യിലാണോ പോലീസ്, അല്ലെങ്കിൽ കുമ്മനം രാജശേഖരന്റെ കയ്യിലോ? ഇവിടെ കണ്ണൂരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സൗഹാർദ്ദമൊക്കെ ഉണ്ടാക്കുന്നു. മനുഷ്യന്മാർക്ക് മറ്റുള്ളവർക്ക് ജീവൻ ഇവിടെ സുരക്ഷിതത്വം വേണ്ടേ? എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഈ രീതിയിൽ ജാമ്യം നൽകുന്നത്? എന്തെങ്കിലും ചെറിയ ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് UAPA ചുമത്തി അവരെ പറ്റി എന്തെല്ലാം രീതിയിലുള്ള ബഹളം നടത്തി അവർക്ക് അവരും മനുഷ്യന്മാരാണല്ലോ. കേസാണെങ്കിൽ ഒരൊറ്റ കേസ് ശിക്ഷിക്കപ്പെടുന്നില്ല. ഭീകരവാദമോ അല്ലെങ്കിൽ UAPA ചുമത്തിയിട്ട് 10-14 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അവർക്ക് ഇതിൽ ഒരു കേസ് തെളിയിക്കപ്പെടുന്നില്ല. ഇവിടെ ആവട്ടെ പച്ചയിൽ കൊല്ലുക. ഈ പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് അനന്തരം കിട്ടിയതല്ല കേരള സംസ്ഥാനത്തിന് ഭരണം. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവിടുത്തെ ഫാസിസത്തിനെതിരെ പ്രതിരോധിക്കാൻ പറ്റിയതായ ഒരു വേദി എന്ന നിലക്കാണ് ഇടതുപക്ഷത്തിന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടും അവര് ഈ കാര്യത്തിൽ ദുർബലരാണ് എന്ന് മനസ്സിലാക്കിയതിന് ഒറ്റ കാരണത്താലാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവരെ ഇവിടെ അധികാരത്തിലെത്തിയത്. ആ അധികാരത്തിലെത്തിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സൗകര്യങ്ങളോ അവർ ആവശ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ചോദിക്കുന്നില്ല. പക്ഷേ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന മിതമായ ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത് അത് നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം. അതുപോലും വകവെച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടത്? ഇതിലെ പ്രതികൾ, ഫൈസൽ വധക്കേസിലെ പ്രതികൾ ആദ്യമായ ഒരു വധക്കേസിലെ പെട്ടവരല്ല. അതിനു മുമ്പ് യാസിർ എന്ന് പറയുന്നതായ ഒരു വെട്ടത്ത് പുതിയങ്ങാടിയിലെ ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ മതം മാറി അതേ ആളെയും ഇതേ രീതിയിൽ കൊന്നു. ആ കൊലക്കേസിലെ പ്രതികളാണ് ഇതിൽ പലരും. അതെല്ലാം മനസ്സിലാക്കിയാൽ പിന്നെ അയാൾക്ക് ജാമ്യം നൽകാൻ പാടുണ്ടോ? ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ ഒരു പ്രഹസനമാക്കിക്കൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെയോ മറ്റേതെങ്കിലും ഏജൻസികളെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ അക്കാര്യം പിണറായി വിജയൻ തുറന്ന് പറയണം. അദ്ദേഹത്തിന് നട്ടലുണ്ട് എന്ന് പറയുന്നത് എവിടെയാണ് ആ നട്ടല്? തപ്പി നോക്കിയാൽ പോലും കാണാത്ത രീതിയിലേക്കാണോ പിണറായി വിജയൻ ഈ രീതിയിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഏതായാലും ബന്ധപ്പെട്ട സമുദായത്തിലെ ക്ഷമ വല്ലാതെ പരീക്ഷിക്കരുത്. ഇത് മലപ്പുറം ജില്ലയോട് ചെയ്യുന്നത് അവഹേളനമാണ്. ആ ബന്ധപ്പെട്ട സമുദായത്തോട് ചെയ്യുന്നത് പുച്ഛമാണ്. ഇതൊന്നും ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയുന്നതല്ല. ഇതിന്റെ അങ്ങേ അറ്റം വരെ നീതി നടപ്പാക്കാൻ വേണ്ടി ഇതിന് ഉത്തരവാദികളായ കൊലപാതകികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ജനാധിപത്യ രീതിയിൽ ചെയ്യാൻ കഴിയുന്നതായ എല്ലാ കാര്യവും ബന്ധപ്പെട്ടവർ ചെയ്യുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയം പിണറായിക്ക് വേണ്ട.